ഹലോ, രാവിലെ 6:45 എണീറ്റ് ഇതേ കാമുകിക്ക് വിളിച്ചിട്ടാണ്. ഞാൻ നേരത്തെ കാലത്ത് എണീറ്റു ചായ കുടിക്കാൻ പോയാലോ അത്ര. ശരി, എന്തായാലും വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് വീടിന്റെ അവിടെ എവിടെയെങ്കിലും ചായ കുടിക്കാന്ന് പറഞ്ഞ് പൈപ്പ് തുറന്ന് കുളിക്കണമൊന്നുമില്ല. കൈയും കാലും മുഖമൊന്നും കഴുകി പൽപ്പൊടിയും കൊണ്ട് പല്ലും തേച്ച് സ്പ്രേയും അടിച്ച് വീട്ടിൽ തന്നെ ഡ്രസ്സ് വിട്ട് വള്ളിച്ചെരുപ്പ് വിട്ട് ബുള്ളറ്റ് കൊടുത്തപ്പോൾ രാവിലെ നേരത്തെ ചായ കുടിക്കാൻ പോകണം. രണ്ടുപേരിന് വീടൊക്കെ തമ്മിൽ 3.5 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് 10 മിനിറ്റ് ആകുമ്പോഴേക്കും പിക്ക് ചെയ്തപ്പോൾ അടുത്തുള്ള ഹൈവേ എത്തി. പിന്നെ ഒരു കാര്യം, അന്ന് എത്തിയത് വണ്ടി കയറി നിന്നിട്ട് ബുള്ളറ്റ് സർവീസ് റോഡ് കൂടെ ഓട്ടിക്കാൻ പഠിപ്പിക്കും അത്ര. പണ്ട് ഇതേപോലെയുള്ള വാക്ക് കേട്ട് അച്ഛനെ വണ്ടി ഓട്ടിക്കാൻ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി മറിച്ചിട്ടിട്ട് മൊത്തം പാടാക്കി വെച്ചിട്ടുണ്ട്. ആ പാട് ഇപ്പോഴും വണ്ടിയിലുണ്ട്. അതുകൊണ്ട് വണ്ടിയൊന്നും ഓടിക്കാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ പോവാണ്. ഞാൻ വീട്ടിൽ തന്നെ ഡ്രസ്സ് ഇട്ട് ചായ കുടിക്കാൻ വന്നപ്പോൾ കാമുകി വല്ല കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങിയിട്ടൊക്കെയാണ് ചായ കുടിക്കാൻ വരുന്നത്. അങ്ങനെ 2 ചായയും വാങ്ങിച്ച് നാട്ടു വർത്താനും പറഞ്ഞ് വേറൊരു ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് ഒരു ചായയും കുടിച്ചപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ വേറൊരു കൂട്ടുകാരൻ ഒരു ആവശ്യത്തിന് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ കാമുകിനെ ഓട്ടോ വിളിച്ച് വിട്ടാക്കിയപ്പോൾ വേറെ കൂട്ടുകാരൻ അപ്പം ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു മധുരമില്ലാത്ത കട്ടൻ കഴിച്ച് കൂട്ടുകാരന്റെ മൊബൈൽ വേറൊരു കൂട്ടുകാരന്റെ കടയിൽ നേരാക്കാൻ കൊടുത്തപ്പോൾ വീട്ടിലേക്ക് വന്ന് കുളി കഴിഞ്ഞപ്പോൾ ഒരു എൻഗേജ്മെന്റിന് പോവാണ്. കൂട്ടുകാരന്റെ എൻഗേജ്മെന്റ് ആണ്. പിന്നെ ഈ കാണുന്ന പയ്യെന്ന് പറയുന്നത് നേരത്തെ കണ്ട കൂട്ടുകാരന്റെ മകനാണ്. ഒരാഴ്ച മുമ്പ് അവന്റെ കളിപ്പാട്ടം ഞാൻ കേടി വരുത്തി. അതിനോടുള്ള ദേഷ്യം ഇപ്പോഴും എന്നോടുണ്ട് തോന്നുന്നു. അവിടെ നിന്ന് സുമാർ നല്ല ഫുഡും കഴിച്ച് വെയിലത്ത് നേരെ വീട്ടിലേക്ക് പോണ വഴിക്ക് നമ്മുടെ സ്ഥിരം ഐസ് വെക്കുന്ന ഏട്ടനെ കണ്ടു. പാലക്കാട് വടക്കഞ്ചേരി, ആയക്കാട്, പുളിങ്കോട്ട്, കണ്ണമ്പ്ര, കാരപ്പറ്റ, തച്ചനടി, പുതുക്കോട് വഴിയൊക്കെ ആള് പോകും. അപ്പോൾ കാണുന്നവരൊക്കെ ഐസ് വാങ്ങിച്ച് സഹകരിക്കാട്ടോ. നല്ല ഐസാണ്, കൊല്ലങ്ങളായിട്ട് വെക്കുന്ന ആളാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛമ്മ നല്ല ഉറക്കം, അതും കൂർക്കം വലിച്ചിട്ട്. അമ്മയും അച്ഛനും പണിക്കാരൊക്കെ ചേർന്ന് ഞങ്ങളുടെ വീട് തന്നെ പണിയാണ്. 3 മണിയായതും അച്ഛൻ എന്റെ വണ്ടി എടുത്ത് പോയി പലഹാരം വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ വണ്ടി എടുത്ത് കാജുക്കാന്റെ കടയിൽ പോയി 2 പരിപ്പോടെ വാങ്ങിച്ച് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് വണ്ടി ഒന്ന് കഴുകാന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അച്ഛൻ മണ്ണ് കോരി കൊടുക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് വേലയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇരിക്കേണ്ടി വരും. അങ്ങനെ വണ്ടിയും കഴുകി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഐഡിയ, രാജപാളയം നായി വാങ്ങിയാലോ എന്ന്. എന്തായാലും വീട് പണി കഴിഞ്ഞ് വാങ്ങാലോ വിചാരിച്ച് 4:30 കഴിഞ്ഞത് ഇളയരാജന്റെ പാട്ടും വെച്ച് ഇക്കികൈ ബുക്കും എടുത്ത് വായിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ബുക്കിൽ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജീവിതം ഒരു ബൈക്കാന്ന് വിചാരിക്കുക, ഒരുപാട് ഓടുമ്പോൾ ടയറൊക്കെ പഞ്ചറാവും. അതുപോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളും വരും. എത്ര വലിയ പഞ്ചറാണെങ്കിലും നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അതുപോലെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കാനും പറ്റും. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.